സത്യം നിങ്ങളെ രണ്ടുപേരെ നാവിന്ന് കേൾക്കണം. അതിനുവേണ്ടി മാത്രമാ. ഇവരിവിടുന്ന് ഇറങ്ങുന്ന തന്നെ പഞ്ചരത്നത്തിൽ എന്ത് കുഴപ്പമുണ്ടാക്കണം ആലോചിച്ച. ഓ, അപ്പോ നീ ആ അച്ഛനും അമ്മയ്ക്ക് ഉപദേശങ്ങളെല്ലാം ഓതി കൊടുക്കുന്നതല്ലേ? അതേടാ, ഇവൻ പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഓ, അത് ശരി. കെട്ടാൻ പോകുന്ന പെണ്ണ് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് വിളിച്ചു പറഞ്ഞു കാണുമല്ലേ? അതെ, നിങ്ങൾ വിഷയം മാറ്റിക്കൊണ്ട് പോകണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അത് പറയാനെന്തിരിക്കുന്നു? പഞ്ചരത്നത്തിലേക്ക് തന്നെയാ പോയത്. പോലീസിനെ കൊണ്ടല്ലേ? വേണ്ടി വന്ന പട്ടാളത്തിനെയും കൊണ്ടുപോകും. അതൊന്നും നീ ചോദ്യം ചെയ്യണ്ട. ദേ, കല്യാണം മുടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ കല്യാണം നടക്കണം. അതെ, ദിവ്യപ്രഭയുടെ ആധാരം പണയപ്പെടുത്തി അമൃത 2 കോടി രൂപ വാങ്ങിച്ചോ? അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യം അമൃതയ്ക്ക്? അല്ലെങ്കിൽ തന്നെ കൊടുക്കാൻ നിന്നെ എവിടുന്ന കാശ്? ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും കൂടെ ഒരുമിച്ച് ചോദിച്ച ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം. പറയടി, ആ കാര്യത്തിനാണോ അമൃത ഇവിടെ വന്നത്? അതെ, എന്റെ കയ്യിന്ന് 2 കോടി രൂപ അവള് വാങ്ങിച്ചു. ആധാരം പണയം തന്നിട്ടുമുണ്ട്. ഇത്രയും പറഞ്ഞ പോരെ? അച്ഛാ, ഇത് കള്ളത്തിനാണ് അച്ഛാ. മനഃപൂർവ്വം ചതിക്കുന്നതാ. ആണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ